നമസ്കാരം. വിദ്യ അക്കാദമി ഓൺലൈൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ് +2 വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുള്ളതാണ്. +2വിൻ്റെ മാത്തമാറ്റിക്സ് ക്ലാസ്സാണ് ഇന്നിവിടെ നടത്തുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് +1 ഡെറിവേറ്റീവ്സിൻ്റെ ചില സ്റ്റാൻഡേർഡ് ഫോർമുലകൾ നമുക്ക് നോക്കാം. d/dx ഓഫ് u + v = du/dx + dv/dx. d/dx ഓഫ് u - v = du/dx - dv/dx. d/dx ഓഫ് u × v = u × dv/dx + v × du/dx. d/dx of u by v = v into du/dx minus u into dv/dx by v square, where v not equal to 0. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നീ ഓപ്പറേഷനുകൾ വരുമ്പോഴുള്ള റൂളുകൾ ആണിവ. കാൽക്കുലസ് എളുപ്പത്തിൽ ചെയ്യാൻ ബൈഹാർട്ട് ചെയ്യേണ്ട ചില സ്റ്റാൻഡേർഡ് റിസൾട്ടുകളുണ്ട്. ഇവയിൽ ചിലത് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നവയാണ്. ഈ റിസൾട്ടുകളെല്ലാം നമ്മൾ കാണാതെ പഠിക്കേണ്ടവയാണ്. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു എ ഫംഗ്ഷൻ = കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. d/dx ഓഫ് x⁻n = n ഇൻറ്റു x⁻n - 1. പ്രത്യേകമായിട്ട് d/dx ഓഫ് x² = 2x, d/dx of x = 1, derivative of a constant = 0, d/dx of √x = 1/2 √x, d/dx of 1/√x = -1/2 x⁻³ d/dx of 1/x = -1/x². d/dx of sin x = cos x, d/dx of cos x = -sin x, d/dx of tan x = sec²x, d/dx of cot x = -cosec²x, d/dx of sec x = sec x tan x, d/dx of cosec x = -cosec x cot x, d/dx of sin inverse x = 1/√1 - x², d/dx of cos inverse x = -1/√1 - x², d/dx of tan inverse x = 1/1 + x², d/dx of cot inverse x = -1/1 + x², d/dx of sec inverse x = 1/x × √x² - 1, d/dx of cosec inverse x = -1/x × √x² - 1. ട്രിഗ്നോമെട്രി, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവുകളുടെ ഒരു പ്രത്യേകത സിയിൽ ആരംഭിക്കുന്ന ഫംഗ്ഷൻസിൻ്റെ കോസെക്സ്, കോട്ടെക്സ്, കോസിക് ഇൻവേഴ്സ് എക്സ് തുടങ്ങിയവയുടെ ഡെറിവേറ്റീവ്സ് നെഗറ്റീവും മറ്റുള്ളവയുടെ ഡെറിവേറ്റീവ്സ് പോസിറ്റീവും ആണ് എന്നതാണ്. d/dx of log x = 1/x, d/dx of e⁻x = e⁻x, d/dx of a⁻x = a⁻x × log a. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ഡിഫറൻസിയേഷനിലെ ആദ്യ ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യ ടോപ്പിക്ക് ഇവിടെ ഉള്ളത് ചെയിൻ റൂളാണ്. ചെയിൻ റൂള് എന്തായിട്ടുള്ള ഒന്ന് നമുക്ക് നോക്കാം. ചെയിൻ റൂൾ എന്ന് പറയുന്നത് y എന്ന് പറയുന്നത് യുവിൻ്റെ ഒരു ഫംഗ്ഷനും u എന്നത് എക്സിൻ്റെ ഒരു ഫംഗ്ഷനും ആണെങ്കിൽ നമുക്ക് dy/dx കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം dy/du കണ്ടുപിടിക്കുക,
പിന്നെ du/dx കണ്ടുപിടിക്കുക, രണ്ട് തമ്മിൽ ഗുണിക്കുക. ഇതാണ് ചെയിൻ റൂൾ. ഇനി നമുക്ക് ഇത് വെച്ചുള്ള ചില പ്രോബ്ലംസിലേക്ക് കിടക്കാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ എക്സസൈസിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടതാണ്. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് sin x² + 5ന്റെ ഡെറിവേറ്റീവ്. ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് ആദ്യം തന്നെ ഇത് y = ഒരു sin u എന്നെഴുതാം. ഈ പറഞ്ഞ ഈ ഭാഗമാണ് നമ്മൾ u ആയിട്ട് എഴുതുന്നത്. u എന്ന് പറയുന്നത് x² + 5. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy/du ആണ്. dy/du sin u ആയതുകൊണ്ട് ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് cos u വരും. അടുത്തത് കണ്ടുപിടിക്കേണ്ടത് du/dx. ഇത് x² + 5 ആയതുകൊണ്ട് x² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x + 5ന്റെ ഡെറിവേറ്റീവ്. 5ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. 2x + 0 എന്നുള്ളത് വരും. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ആൻസർ. ഇതിൽ നിന്ന് നമുക്ക് dy/dx കണ്ടുപിടിക്കാം. dy/dx എന്ന് പറയുന്നത് dy/du du/dx. ഫൈനൽ ആൻസർ വരുന്നത് cos u × 2x എന്ന് വരും. അല്ലെങ്കിൽ cos u ഇവിടെ നമുക്ക് അതിന് 2x × cos u നമുക്കറിയാം x² + 5 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനൽ ആൻസർ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. നമ്മൾ ഈ ചെയ്ത ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഫോർമുല 2-3 സ്റ്റെപ്പുകൾ നമുക്ക് കുറച്ച് എഴുതാൻ പറ്റും സിമ്പിളായിട്ട്. ആ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതാം. ഇത് y ആയതുകൊണ്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് dy/dx. നമുക്കറിയാം സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് cos ആണ്. ആദ്യം തന്നെ cos എഴുതി. sin x-ന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ അത് cos x എന്ന് വരും. cos x എന്നുള്ളത് പക്ഷേ ഇവിടെ x-ന്റെ സ്ഥാനത്തുള്ളത് x² + 5 ആണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഡെറിവേറ്റീവ് ഓഫ് sin x എന്ന് പറയുന്നത് cos x ആണ്. അതിൽ നിന്ന് cos ഇവിടെ x-ന്റെ സ്ഥാനത്തുള്ളത് x² + 5. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ x² + 5ന്റെ ഡെറിവേറ്റീവ് എടുക്കുക. x² + 5ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം x² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ്. +0 ഇതാണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് 2x എന്ന് കൂടി എഴുതുക. ഫൈനൽ ആൻസർ വരുന്നത് 2x × cos x² + 5. അതാണ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് എഴുതേണ്ടത് sin x, അതായത് നമുക്ക് വന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക. sin x-ന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ cos x ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ അവിടെ x-ന് പകരം വന്നിരിക്കുന്നത് ഏതാണോ ആ ഫംഗ്ഷൻ എഴുതുക. ആ x-ന് പകരം വന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വീണ്ടും വിത്ത് റെസ്പെക്ട് ടു x എടുക്കുക. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു x ആണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം x-ന് പകരം വരുന്നതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്തു പോകാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ട് ആയിട്ടുള്ള ആൻസേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് തന്നെ ചെയ്തിട്ട് കിട്ടാത്ത ക്വസ്റ്റ്യനുകളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക.